പല സ്ഥലത്തും ഞാൻ കണ്ടൊരു കമന്റാണ്, ദൈവത്തെ മറന്നു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫോളോ ചെയ്യായിരുന്നെങ്കിൽ ഇതൊന്നും ആരും ഇങ്ങനെ ചെയ്യില്ല. ദൈവത്തെ മറന്നു, മതങ്ങളെ നിന്ദിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് ഈ സാമൂഹികമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ചില കമന്റുകൾ ഞാൻ അവിടെ കണ്ടു. മതം എപ്പോഴും വളരെ മുകളിൽ നിൽക്കുകയാണ് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അതിനുവേണ്ടി കമന്റ് ചെയ്യുന്നവരും ആ വഴി പോകുന്നവരും ഉണ്ട്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കണ്ടക്ടർക്ക് അറിയാം, ബാലൻസ് ഉണ്ട്. എന്നാൽ പാസഞ്ചേഴ്സ് മുകളിലെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാ. ഈ മുകളിൽ പിടിക്കാൻ കിട്ടിയ ഒരു കമ്പിയാണ് ദൈവം. ഈ കണ്ടക്ടർക്ക് സുപരിചിതമായി ഇത്രയും വർഷങ്ങളായി അയാൾക്കറിയാം ഇത് ബ്രേക്ക് ചവിട്ടിയാൽ അയാൾ നിൽക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. മനസ്സിലായില്ലേ? മുമ്പോട്ടും പുറകോട്ടും കാല് വെച്ചിട്ട് അയാൾ നിൽക്കും. അയാൾക്കറിയാം ഒരുമാതിരി ചവിട്ടൊക്കെ വന്നാലും അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും ഞാൻ ബാലൻസ് ചെയ്യും. അയാൾക്ക് ഈ കമ്പി പിടിക്കേണ്ട ആവശ്യമില്ല. ഈ മതമില്ലാതാവുമ്പോ തൊഴിൽ രഹിതരാകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഗൂഗിൾ പൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം മതങ്ങൾ നിരോധിച്ചാൽ ഉണ്ടാവും. അപ്പൊ ഗൂഗിൾ പൂട്ടാതിരിക്കാൻ ഗൂഗിളിലെ എല്ലാ ആളുകളും ശ്രമിക്കില്ലേ? ഗൂഗിളിലെ എംപ്ലോയീസ് മുതൽ അതിന്റെ മാനേജ്മെന്റ് മുതൽ ആ രാഷ്ട്രം മുതൽ ഗൂഗിൾ പ്രവർത്തിക്കുന്ന രാജ്യം വരെ ശ്രമിക്കില്ലേ ഗൂഗിൾ പൂട്ടിപ്പോകാതിരിക്കാൻ? ആ രാജ്യത്തിനുണ്ടാക്കി കിട്ടുന്ന സമ്പത്ത് അത്രയാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളും മതത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല എന്ന് അതിന്റെ ബെനിഫിഷ്യറീസ് തീർച്ചയായിട്ടും ചിന്തിക്കും, പ്രവർത്തിക്കും.